സ്നേഹമുള്ളവരെ, ഞാൻ അവിടെ പറയുന്നത് ലോകത്ത് വിശുദ്ധയുടെ പരിമളം പരത്തി 21-ാം നൂറ്റാണ്ടിൻ്റെ ന്യൂജൻ വിശുദ്ധനായി മാറിയ വിശുദ്ധ കാർല അക്വിറ്റീസിനെ കുറിച്ചാണ്. സമ്പന്ന ഇറ്റാലിയൻ കുടുംബങ്ങളിലെ അംഗങ്ങളായ ആൻഡ്രിയ അക്വിറ്റീസിൻ്റെയും ആൻ്റോണിയോ സാൽസനേഴ്സിൻ്റെയും മകനായി 1991 മെയ് 3 ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ് കാർല അക്വിറ്റീസ് ജനിച്ചത്. ദിവ്യകാരുണ്യമായിരുന്നു അവൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു. പരിശുദ്ധ കുർബാന സ്വർഗത്തിലേക്കുള്ള എൻ്റെ ഹൈവേ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. പരിശുദ്ധ കുർബാനയെ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധരായി തീരും എന്നവൻ കൂടെ പറയുമായിരുന്നു. പരിശുദ്ധ കുർബാന നാം എത്രത്തോളം സ്വീകരിക്കുന്നോ അത്രയധികം നാം യേശുവുമായി സാമ്യപ്പെടും. ഈ 2 വാക്യങ്ങൾ കാർലോ തൻ്റെ ഡയറിയിൽ കുറിച്ച് വെച്ചിട്ടുള്ളതാണ്. കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൽ അതീവ തൽപരനായ കാർലോ ആ കഴിവ് വിശ്വാസപരിണത്തിനായി ഉപയോഗിച്ചിരുന്നു. താൻ അനുഭവിച്ചറിഞ്ഞ ഈശോയുടെ സാന്നിധ്യത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ലോകം മുഴുവനും നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു വെർച്വൽ ലൈബ്രറി കാർലോ നിർമ്മിച്ചു. ലോകമെമ്പാടും പല സ്ഥലങ്ങളിലായി സഭ അംഗീകരിച്ച 136 അത്ഭുതങ്ങളാണ് വളരെ മനോഹരമായി കാർലോ ദ യൂക്കാരിസ്റ്റിക് മിറാക്കിൾ ഓഫ് ദ വേൾഡ് എന്ന വെബ്സൈറ്റിൽ കുറിച്ചിട്ടുള്ളത്. 2006 ഒക്ടോബർ 12 15-ാം വയസ്സിൽ ലൂക്കീമിയ പിടിപെട്ടതിനെ തുടർന്ന് കാർലോ മരണപ്പെട്ടു. 2020 ഒക്ടോബർ 10 വാഴ്ത്തപ്പെട്ടവനെ പ്രഖ്യാപിച്ച കാർലോ മാധ്യമ സുവിശേഷവൽക്കരണത്തിൻ്റെ മധ്യസ്ഥനായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്നത്തെ കാലത്ത് കാർലോ തരുന്ന സന്ദേശം വാക്കുകൾക്ക് അതീതമാണ്. ജീൻസും ടീഷർട്ടും നിൽക്കുന്ന ഈ ആധുനിക നൂറ്റാണ്ടിൽ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് നമുക്കും ഈ വിശുദ്ധൻ്റെ മാതൃക പിന്തുടരാൻ.